പാവപ്പെട്ടവർക്ക് വാഗ്ദാനം ചെയ്ത വീട് എവിടെ കോൺഗ്രസേ? ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും മണ്ണൊലിച്ചു പോയപ്പോൾ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് താങ്ങാവുമെന്ന് പ്രഖ്യാപിച്ച് ഫണ്ട് ശേഖരണത്തിനിറങ്ങിയ UDF നേതൃത്വം ഇപ്പോൾ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ്. ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറാത്ത ജനതയ്ക്ക് മുന്നിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനം എവിടെ എത്തിയെന്ന ചോദ്യം ഭരണപക്ഷം ഒരു പ്രധാന ആയുധമായി ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായിരിക്കും വയനാട്ടിൽ UDFന്റെ ഭാവി? വയനാടിന്റെ രാഷ്ട്രീയ മനസ്സ് എന്നും UDFനൊപ്പം ഉറച്ചു നിന്ന ചരിത്രമാണുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിലെ അതികായനായ രാഹുൽ ഗാന്ധിക്ക് അഭയം നൽകിയ മണ്ണ് എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ നേടിയ ഈ പ്രദേശം നിലവിൽ വൈകാരികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിൽ ആർക്കാണ് കൂടുതൽ ആത്മാർത്ഥത എന്ന ചോദ്യം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകും. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ LDF സർക്കാർ കാണിക്കുന്ന വേഗതയും കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടോ എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങളും രാഷ്ട്രീയ കേരളത്തിൽ ചൂടുപിടിച്ചു കഴിഞ്ഞു. വയനാട് ഈ തവണ ആർക്കൊപ്പമാണ് നിൽക്കുക? ഈ സാഹചര്യത്തിൽ UDFന്റെ പിന്തുണയെ ബാധിക്കുന്ന പ്രധാന ഘടകം വിശ്വാസ്യതയാണ്. LDF സർക്കാർ ടൗൺഷിപ്പ് നിർമ്മാണം ഏകദേശം പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെടുമ്പോൾ UDFന് അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ തെളിവുകൾ നിരത്തേണ്ടി വരും. കോൺഗ്രസ് സമാഹരിച്ച ഫണ്ട് എവിടെയെന്ന ചോദ്യം വോട്ടർമാരിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൽ അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചേക്കാം. എന്നാൽ വയനാട്ടിലെ വോട്ടർമാർ പലപ്പോഴും കേവലമായ വികസനത്തിനപ്പുറം വൈകാരികമായ ബന്ധങ്ങൾക്കും രാഷ്ട്രീയമായ ശരികൾക്കും മുൻഗണന നൽകുന്നവരാണ്. രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹവും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും UDFന് എപ്പോഴും വലിയൊരു കവചമായി നിൽക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ കവചം എത്രത്തോളം അവരെ സഹായിക്കുമെന്നത് വളരെ നിർണായകമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയിലൊന്നാണ് വയനാട്. ആകെ 3 മണ്ഡലങ്ങൾ. ഒരു കാലത്ത് UDFന്റെ ഉരുക്ക് കോട്ട എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന വയനാട് പലപ്പോഴും ഭരണവിരുദ്ധ തരംഗങ്ങളിലും രാഷ്ട്രീയ മാറ്റങ്ങളിലും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ചരിത്രവുമുണ്ട്. നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDFന് വ്യക്തമായ ഒരു സംഘടനാ മേൽക്കോയ്മ ഉണ്ടെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ജില്ലാ പഞ്ചായത്തും ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും ഇരു കൈവശവുമുള്ളത് UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. പ്രത്യേകിച്ച് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം LDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ 2 അതായത് കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും നിലനിർത്താൻ UDFന് സാധിച്ചു എന്നത് അവരുടെ കരുത്ത് തെളിയിക്കുന്നു. മാനന്തവാടി മാത്രമാണ് നിലവിൽ LDFനൊപ്പമുള്ളത്. ഈ പ്രാദേശിക അടിത്തറയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ UDFന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. എങ്കിലും പുനരധിവാസ വിവാദങ്ങളും ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഈ സ്ഥിതിവിവര കണക്കുകൾക്ക് മുകളിൽ ഒരു രാഷ്ട്രീയ നിഴൽ വീഴ്ത്തുന്നുണ്ട്. തദ്ദേശ ഭരണത്തിൽ മേൽക്കൈ ഉണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ നടക്കുന്ന ടൗൺഷിപ്പ് നിർമ്മാണം ജനങ്ങൾക്കിടയിൽ എങ്ങനെയുള്ള സ്വാധീനമാണ് ഉണ്ടാക്കുന്നതെന്നത് നിർണായകമാണ്. സംഘടനാപരമായി UDF മുന്നിലാണെങ്കിലും ദുരന്തബാധിത മേഖലയിലെ വികാരം ഭരണപക്ഷത്തിന് അനുകൂലമായി മാറിയാൽ അത് വോട്ടിങ്ങിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് വയനാട് ഒരു മുന്നണിയോടും അന്ധമായ വിധേയത്വം കാണിക്കാറില്ലെന്നും കൃത്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ പ്രതിനിധികളെ മാറ്റാൻ മടിക്കാറില്ലെന്നുമാണ്. ഓരോ മണ്ഡലത്തിലേക്കും വരികയാണെങ്കിൽ ആദ്യം മാനന്തവാടിയിലെ അവസ്ഥ നോക്കാം. വയനാടിന്റെ വടക്കേ അറ്റത്ത് മാനന്തവാടിയിൽ പോരാട്ടം കടുപ്പമാണ്. പട്ടികവർഗ സംവരണ മണ്ഡലമായ ഇവിടെ മന്ത്രി OR കേളുവിന്റെ വ്യക്തിപ്രഭാവത്തിലാണ് LDF വിശ്വാസമർപ്പിക്കുന്നത്. 2026 തന്റെ സ്വാധീനം തെളിയിച്ച കേളുവിനെ വീഴ്ത്താൻ കോൺഗ്രസും മുസ്ലിം ലീഗും സകല സന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. മുൻ മന്ത്രി PK ജയലക്ഷ്മി പ്രതിനിധീകരിച്ചിരുന്ന ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് UDFന് അഭിമാന പ്രശ്നമാണ്. യുവനേതാവ് ശ്യാംരാജിനെ ഇറക്കി തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാണ് NDA ലക്ഷ്യമിടുന്നത്. മാറ്റങ്ങളെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ചരിത്രമാണ് സുൽത്താൻ ബത്തേരിയുടേത്. UDFന്റെ IC ബാലകൃഷ്ണനും LDFന്റെ MS വിശ്വനാഥനും വീണ്ടും നേർക്കുനേർ വരുമ്പോൾ
പോരാട്ടം പ്രവചനാതീതമാകുകയാണ്. 2021 വിജയം ആവർത്തിക്കാൻ ബാലകൃഷ്ണൻ ശ്രമിക്കുമ്പോൾ മണ്ഡലം ഇടത്തോട്ട് ചരിക്കാനാണ് LDF നീക്കം. BJPയുടെ കവിത ASഉം കേരളത്തിലെ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയായി ശ്രദ്ധിക്കപ്പെടുന്ന പ്രകൃതിയും മത്സര രംഗത്തുള്ളത് ബത്തേരിയിലെ പോരാട്ടത്തിന് പുതിയൊരു മാനം നൽകുന്നു. വയനാടിന്റെ സ്ഥിരാകേന്ദ്രമായ കൽപ്പറ്റയിൽ സിറ്റിംഗ് MLA ടി സിദ്ദിഖ് തന്റെ ജനപ്രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. വൈത്തിരി താലൂക്കിലെ പഞ്ചായത്തുകളും കൽപ്പറ്റ നഗരസഭയും ഉൾപ്പെടുന്ന ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ PK അനിൽകുമാറിനെയാണ് LDF നിയോഗിച്ചിരിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ കൂടി രംഗത്തെത്തുന്നതോടെ ഇവിടെ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. തദ്ദേശ ഭരണത്തിനുള്ള മേൽക്കൈയും രാഹുൽ പ്രിയങ്ക ഘടകവും UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിലും പുനരധിവാസ വിഷയത്തിൽ സർക്കാരിനെതിരെയുള്ള ആഞ്ഞടിക്കൽ എത്രത്തോളം ഫലം കാണുമെന്ന് കണ്ടറിയണം. മറുവശത്ത് ഭരണ നേട്ടങ്ങളും ടൗൺഷിപ്പ് നിർമ്മാണത്തിലെ പുരോഗതിയും ഉയർത്തിക്കാട്ടി തിരിച്ചടിക്കാനാണ് LDF ശ്രമം. വയനാടിന്റെ മണ്ണ് ഇത്തവണ ആരെ തുണയ്ക്കുമെന്നത് കേരളം ഉറ്റുനോക്കുന്ന വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നു.